ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ ദ സർക്യൂട്ട് ഗിവൺ ഇൻ ദ ഫിഗർ ഡിറ്റർമൈൻ VL ഓഫ് 0 മൈനസ്. ഓക്കെ, ഇൻഡക്ടർ ഉണ്ട്, VL ഓഫ് 0 മൈനസ്, അത് VL ഓഫ് 0 പ്ലസ്, IL ഓഫ് 0 മൈനസ്, IL ഓഫ് 0 പ്ലസ്. കാൽക്കുലേറ്റ് IL at 150 നാനോ സെക്കൻഡ്. വെരിഫൈ യുവർ ആൻസർ. ഇതൊന്നും നോക്കണ്ട, ഇതാ നോക്കേണ്ട കാര്യമില്ല. അപ്പോ ഇവിടെ നിങ്ങൾ വിചാരിക്കും, ഓ ട്രാൻസിയന്റിന്റെ ക്വസ്റ്റ്യൻ ആണോ, സ്വിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. സ്വിച്ച് ഉണ്ട്, സ്വിച്ചിന് പകരമാണ് 2u of t. അതിന്റെ അർത്ഥം എന്താ? u of t is equal to 0. എങ്ങനെയാ അത് വരുന്നേ? ഓക്കെ, u of t എന്ന് പറഞ്ഞാൽ എന്താണ്? u of t equal to 0 for t less than 0 is equal to 1 for t greater than or equal to 0. അതാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ u of t. ഓക്കെ, അപ്പോ t equal to 0 മൈനസിൽ u of t എന്തായിരിക്കും? t equal to 0 മൈനസിൽ u of t എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 0 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് പോലെയാണ്. ഈ കറണ്ട് സോഴ്സ് ഇല്ല. ഇപ്പൊ ഇത് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഒരു ഷോർട്ട് ആയിരുന്നേനെ, കാരണം 0 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ടാ. പക്ഷെ 0 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ ഓപ്പണാ, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ വരിക? 25 ഓം വരും, പിന്നെ ഒരു 25, ഒരു 100 ഓം വരും. ഓക്കെ, പിന്നെ ഇവിടെ എന്താ ഇൻഡക്ടർ ഇപ്പൊ ഒന്നും ഇല്ല അല്ലേ, പ്രത്യേകിച്ച് ഒന്നും ഇത് ചെയ്യാനില്ല. ഈവൻ ഇൻഡക്ടർ ഷോർട്ട് ആവാന്ന് വെച്ചാൽ മുന്നേ സോഴ്സ് ഒന്നും ഇല്ല ഈ സർക്യൂട്ടില്. ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഡക്ടർ ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ ഷോർട്ട് ഒക്കെ തന്നെയാണ്, പക്ഷെ ഈ സർക്യൂട്ടിൽ ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആയാലും ടി ഈക്വൽ ടു 0 മൈനസിലായാലും സോഴ്സ് ഒന്നുമില്ല. സോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇൻഡക്ടറിനെ അക്രോസ് വല്ല കറണ്ടും ഉണ്ടാവോ? ഒന്നുമില്ല, ഇതൊരു ഡമ്മി പോലെയല്ലേ. ഒരു സോഴ്സ് ഇല്ലാതെ ഇൻഡക്ടറിനെ അക്രോസ് എന്ത് കറണ്ടാ? 0 ആംപിയർ ഈക്വൽ ടു IL ഓഫ് 0 പ്ലസ്. ഇനി IL ഓഫ് 0 പ്ലസിൽ എത്ര സോഴ്സ് വന്നാലും ഇൻഡക്ടറിനെ അക്രോസ് കറണ്ട് ഉണ്ടാവുകയില്ല. ഓക്കെ, ഇനി നമുക്ക് ടി ഇസ് ഈക്വൽ ടു 0 പ്ലസില്. ഓക്കെ, അപ്പൊ IL ഓഫ് 0 മൈനസ് ഇങ്ങനെയാണ്. അപ്പൊ VL ഓഫ് 0 മൈനസ് എന്താണ്? ഒന്നുമില്ല, 0 വോൾട്ട് തന്നെയാ. അപ്പൊ നമ്മൾ VL ഓഫ് 0 മൈനസും IL ഓഫ് 0 പ്ലസ് മൈനസും കണ്ടുപിടിച്ചു. ആൻഡ് IL ഓഫ് 0 മൈനസ് ഈക്വൽ ടു IL ഓഫ് 0 പ്ലസ്. പക്ഷെ VL ഓഫ് 0 പ്ലസ് വേറെയാ. ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ട് ടി ഈക്വൽ ടു 0 പ്ലസിൽ വരയ്ക്കാം അല്ലെ. 0 പ്ലസിലുള്ള വോൾട്ടേജ് ഒക്കെ ചോദിച്ച സ്ഥിതിക്ക് വി ക്യാൻ ഡ്രോ ദ സർക്യൂട്ട് ഇൻ ടി ഈക്വൽ ടു 0 പ്ലസ്. എങ്ങനെയായിരിക്കും സർക്യൂട്ട്? അപ്പൊ ടി ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ ഇത് ആക്റ്റീവ് ആയിരിക്കും. 2 into u of t എന്ന് പറഞ്ഞാൽ 2 into 1 മില്ലി ആംപിയർ ആ, ജസ്റ്റ് ബിക്കോസ് ടൈം ടി ഈക്വൽ ടു 0 പ്ലസ്. ഇവിടെ 25 ഓം, ഇവിടെ 100 ഓം, ഇവിടെ എന്താ ഇൻഡക്ടർ ഉണ്ട്. ഇത് ടി ഈക്വൽ ടു 0 പ്ലസിലെ സർക്യൂട്ട് ആണ്. ആ സമയത്ത് IL ഓഫ് 0 പ്ലസ് എന്താ? 0 ആംപിയർ. 0 ആംപിയർ ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? VL ഓഫ് 0 പ്ലസ് ചോദിച്ചിട്ടുണ്ട്. IL ഓഫ് 0 പ്ലസ്, VL ഓഫ് 0 പ്ലസ് ചോദിച്ചതുകൊണ്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് IL ഓഫ് ടിയുടെ ഫുൾ ഇക്വേഷൻ എഴുതിയിട്ട് L ഇൻറ്റു DL IL ഓഫ് ടി ബൈ ഡി ടി ആക്കിയിട്ട് VL ന് 0 കൊടുക്കാം, whatever, അത് കുഴപ്പമില്ല. അപ്പൊ 2 മില്ലി ആംപിയർ ഇങ്ങനെ വരിക, ഇത് കൂടെ 0 പോകുന്നത്. അപ്പൊ ഈ 2 മില്ലി ആംപിയർ വേറൊരു സോഴ്സും ഇല്ല, കറണ്ട് സോഴ്സ് മാത്രമേ ഉള്ളൂ, 2 റെസിസ്റ്റർ, ഒരു ഇൻഡക്ടർ. ഇൻഡക്ടർ കൂടെ ടി ഈക്വൽ ടു 0 പ്ലസ് എന്ന് പറയുന്ന സമയത്ത്, നമ്മളിപ്പോ ഇത് ടി ഈക്വൽ ടു 0 പ്ലസിൽ മാത്രം സർക്യൂട്ടാണ്, ടി ഈക്വൽ ടു 0 പ്ലസിൽ കറണ്ട് ഒന്നും പോകുന്നില്ല. അപ്പൊ 2 മില്ലി ആംപിയർ എന്ത് ചെയ്യും? ഇത് കൂടെയും സ്പ്ലിറ്റ് ആയിട്ട് പോവില്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിച്ചാൽ ഇതിനെ ക്രോസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ 100 ഓമിനെ ക്രോസിലെ കറണ്ട് കണ്ടുപിടിച്ചാൽ 100 ഓമിനെ ക്രോസിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്നെയായിരിക്കും VL ഓഫ് 0 പ്ലസ്. അപ്പൊ കറണ്ട് ത്രൂ 100 ഓം എത്രയാണ്? 2 മില്ലി ആംപിയർ ഇൻറ്റു, ഇവിടെ നോക്കണ്ട, മറ്റേ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 25/25 പ്ലസ് 100 125 0.4 മില്ലി ആംപിയർ. ഇത് 0.4 മില്ലി ആംപിയർ കിട്ടും. ഇത് 0.4 മില്ലി ആംപിയർ ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് 100 ഓം എന്തായിരിക്കും? 0.4 മില്ലി ആംപിയർ ഇൻറ്റു 100, 0.4 ഇൻറ്റു 100 മില്ലി വോൾട്ട്, എത്രയാ? 40 മില്ലി വോൾട്ട് ആയിരിക്കും. 40 മില്ലി വോൾട്ട്. ഓക്കെ, ഇനി ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ അത് തന്നെയായിരിക്കും
VL of 0 plus. VL of 0 minus 0 volt ആണ്. പക്ഷെ VL of 0 plus 40 millivolt ആണ്. VL of 0 plus VL of 0 minus ഈക്വൽ ആവണമെന്നില്ല. പക്ഷെ IL of 0 plus IL of 0 minus ഈക്വൽ ആയിരിക്കും. ഇനി ഇൻഫിനിറ്റി ആവുമ്പോൾ എന്ത് സംഭവിക്കും? 2 മില്ലി ആംപിയർ ഉണ്ട്, ഇവിടെ 25 ഓം ഉണ്ട്, ഇവിടെ 100 ഓം ഉണ്ട്, ഇവിടെ ഷോർട്ട് ആവും. ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ ഇതായിരിക്കും T is equal to ഇൻഫിനിറ്റിയിലുള്ള കേസ്. T equal to ഇൻഫിനിറ്റിയിൽ ഇങ്ങനെയായിരിക്കും. 2 മില്ലി ആംപിയർ ഇവിടെ വരുമ്പോൾ 3 പാത്ത്, ഒന്നിൽ 25 ഓമേ ഉള്ളൂ, ഒന്നിൽ 100 ഓം ഉണ്ട്, ഒന്നിൽ ഷോർട്ട് ആണ് 0 ഓം. അപ്പൊ ഈ 2 മില്ലി ആംപിയർ ഹോൾ ആയിട്ടും ഷോർട്ട് സർക്യൂട്ടുള്ള പാത്ത് കൂടെ പോകും. അപ്പൊ നമ്മുടെ IL of ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 2 മില്ലി ആംപിയർ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ IL of ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 2 മില്ലി ആംപിയർ ആണ്. ഇനി നമുക്ക് ടോ കണ്ടുപിടിക്കണം. ടോ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സർക്യൂട്ട് നോക്കണ്ട, ഈ സർക്യൂട്ട് നോക്കിയാൽ മതി. ടോ ഈക്വൽ ടു എന്താ? L/R. L എന്താ? 3 മൈക്രോ ഹെൻറി. R എന്താണ്? R കണ്ടുപിടിക്കണം. കറണ്ട് എന്ത് ചെയ്യണം? കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഒരു 25 ഉണ്ടാവും, പാരലൽ ആയിട്ടൊരു 100 ഉണ്ടാവും. പിന്നെ ഇതവിടെ ഇൻഡക്ടർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ 100ഉം 25 ഓമും പാരലൽ. അത് എത്രയാ? 100 × 25/100 + 25 എന്ന് പറഞ്ഞാൽ 20 ഓമാ. 20. അപ്പോ ഇതാണ് നമ്മുടെ ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോ. അപ്പൊ നമ്മുടെ IL of t എന്താണ്? IL of ഇൻഫിനിറ്റി പ്ലസ് IL of 0 0 ആയിരുന്നില്ലേ? IL of 0 minus IL of ഇൻഫിനിറ്റി e⁻t/2. 3 × 10⁻6 × 20. ഇതാണ് നമ്മുടെ IL of t. ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നതാണ്. ഇനി നമ്മളോട് ഏത് സമയത്തെ ചോദിച്ചിരിക്കുന്നത്? T = 150 നാനോ സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്. T = 150 നാനോ സെക്കൻഡിൽ എന്താ? IL of t is equal to 2 - 2 e⁻−20 × 150 × 10⁻৯/3 × 10⁻6. ഇത് നിങ്ങൾ കെയർഫുള്ളി ചെയ്താൽ നിങ്ങൾക്ക് 2 - 2 e⁻−1 വരും, അതായത് 1.264 മില്ലി ആംപിയർ. ഇതൊന്ന് കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടും.